എല്ലാവർക്കും ഈലൻ PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളെല്ലാവരും PSC പരീക്ഷ എഴുതുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട്, വളരെ ലളിതമായിട്ട് 10 മാർക്കോളം അടിക്കുന്ന ഒരു ഭാഗമായിരുന്നു മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചോദ്യപേപ്പറിന്റെ മലയാള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മാർക്ക് ലഭിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ റീസെന്റ് ആയിട്ട് ഈ അടുത്തിറങ്ങിയ PSCയുടെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 10ൽ 10 അല്ലെങ്കിൽ 9 മാർക്കൊക്കെ വാങ്ങിച്ചിരുന്ന പലരും ഇപ്പോഴേ 10ൽ 6, 10ൽ 7 ആ റേഞ്ചിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യം. PSC ട്രെൻഡ് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇതൊക്കെ PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പല ക്വസ്റ്റ്യൻസും പല പ്രാവശ്യം ആവർത്തിച്ച് PSC ചോദിച്ചിട്ടുള്ളതാണെന്ന് കൃത്യമായിട്ട് ചോദ്യ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചിട്ടുള്ള മലയാളം ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിനെ വെച്ചുകൊണ്ട് കണ്ടന്റ് കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തല അധികം കെട്ട് ചേർത്തെഴുതിയാൽ, നോക്കിയേ, ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. തലകെട്ട്, തലേക്കെട്ട്, തലക്കെട്ട്, തലേക്കെട്ട്. ഓക്കെ, ഇത് ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സന്ധി എന്ന് പറയുന്ന മലയാള വ്യാകരണ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. തല അധികം കെട്ട് ചേർത്തെഴുതി കഴിഞ്ഞാൽ എന്താ വരുന്നത്? തല അധികം കെട്ട് ചേർത്തെഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം തലക്കെട്ട് എന്നാണ്, അല്ലെ? നോക്കിയേ, തല അധികം കെട്ട് ചേർത്തെഴുതി കഴിഞ്ഞാൽ തലക്കെട്ട്. മലയാള വ്യാകരണത്തിൽ സന്ധി എന്ന് പറയുന്ന ഭാഗമുണ്ട്. സന്ധി എന്ന് പറയുന്ന ഭാഗത്തൊന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഇവിടെ എന്ത് മാറ്റമാണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് സന്ധി എന്ന് പറയുന്നത്. അപ്രകാരം 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഇവിടെ എന്ത് മാറ്റമുണ്ടായി എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, ഇത് ദ്വിത്വസന്ധിയിൽ പെടുന്ന ഒന്നാണ്. ഓക്കെ, ദ്വിത്വസന്ധി എങ്ങനെ വന്നെന്ന് പരിശോധിക്കാം. നോക്കിയേ, തല എന്ന് പറയുന്ന ആദ്യത്തെ പദം കെട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനോട് ചേർന്നപ്പോൾ നമുക്ക് കിട്ടി തലക്കെട്ട്. തലക്കെട്ട് എന്ന് പറയുന്ന ഈ പദം നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? ക എന്ന് പറയുന്ന ഈ അക്ഷരം ഇരട്ടിച്ച് എന്തായിട്ട് മാറി? ഇക്കയായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? ക ഇരട്ടിച്ച് ഇക്കയായിട്ട് മാറുന്നു. ദേ ഇവിടെ കായുണ്ട്, ആ ക എന്തായിട്ട് മാറി? ഇക്കായായിട്ട് മാറി. വേറൊരു ഉദാഹരണം പറയട്ടെ. മഴ അധികം തുള്ളി സമം മഴത്തുള്ളി. മഴ അധികം തുള്ളി സമം മഴത്തുള്ളി. ഇവിടെ എന്ത് മാറ്റമുണ്ടായി? ത, അതായത് തുള്ളിയിലെ ത ഇരട്ടിച്ച് എന്തായിട്ട് മാറി? ഇത്തയായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്രകാരം 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ചാൽ ആ സന്ധിയെ എന്തെന്ന് പറയാം? ദ്വിത്വസന്ധി എന്ന് പറയാം. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ചാൽ ദ്വിത്വസന്ധി. മറ്റ് സന്ധികൾ ഏതൊക്കെയാണ്? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. ഈ 4 സന്ധികളും മലയാള വ്യാകരണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് വരുന്നുണ്ട് സ്വരസന്ധി, സംസ്കൃത സന്ധി എന്ന് പറഞ്ഞ് മറ്റ് പലതും വരുന്നുണ്ട്. പക്ഷെ PSC പരീക്ഷാ ചോദ്യ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് ഈ 4 സന്ധികളാണ്. മാറ്റാതിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഉദാഹരണം പറയട്ടെ. കരി അധികം പെട്ടി സമം കരിപ്പെട്ടി. കരി എന്ന് പറയുന്ന ആദ്യത്തെ പദം പെട്ടി എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനോട് ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ വാക്കാണ് കരിപ്പെട്ടി. ഇനി ഇത് ദ്വിത്വസന്ധിയാണെന്ന് എങ്ങനെ നിങ്ങൾ കണ്ടെത്തി? നോക്കിയേ, പെട്ടിയിലെ പ എന്ന് പറയുന്ന ഈ അക്ഷരം ഇരട്ടിച്ച് ഇപ്പയായിട്ട് മാറി. പായ എന്തായിട്ട് മാറി? ഇപ്പയായിട്ട് മാറി. അപ്പോ ഉള്ളയാൾ ഇരട്ടിച്ചു കഴിഞ്ഞാൽ ആ സന്ധിയെ പറയുന്ന പേരാണ് ദ്വിത്വസന്ധി. നിലവിലൊരു വർണ്ണമുണ്ട്, ആ വർണ്ണം ഇരട്ടിച്ചു കഴിഞ്ഞാൽ ദ്വിത്വസന്ധിയായിട്ട് മാറും. വേറെ ഉദാഹരണം പറയട്ടെ. വെടിയധികം കെട്ട് സമം വെടിക്കെട്ട്. കണ്ടോ? ഇരട്ടിക്കുന്നുണ്ടോ? വെടിയധികം കെട്ട് സമം വെടിക്കെട്ട്.
കെട്ടില കായരട്ടിച്ച് എന്തായിട്ട് മാറി? ഇക്കയായിട്ട് മാറി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ചാൽ എന്തായി മാറും? ദ്വിത്വസന്ധിയായിട്ട് മാറും. അടുത്തൊരു സന്ധിയുണ്ട്, ലോപസന്ധി. ഏറ്റവും ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചാൽ ലോപസന്ധി. നോക്കിക്കേ, ഒരു ഉദാഹരണമായിട്ട് നോക്കിക്കേ. ലോപസന്ധിക്ക് ഉദാഹരണം, വന്ന് എന്ന് പറയുന്ന ആദ്യത്തെ പദം ഇല്ല എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനോട് ചേർന്നപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വന്നില്ല. ഇനി ഇതെന്തുകൊണ്ട് ലോപസന്ധിയായി മാറി എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം. അതെങ്ങനെയാണെന്ന് പറയാം. നോക്കിക്കേ, വന്നെന്ന് പറയുന്ന ആദ്യത്തെ പദം ഇല്ല എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനോട് ചേർന്നപ്പോൾ നമുക്ക് കിട്ടുന്നു വന്നില്ല. ലോപസന്ധിയുടെ കണ്ടീഷൻ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുന്നു അഥവാ നഷ്ടപ്പെടുന്നു, ഇല്ലാതെയാവുന്നു. ഇവിടെ ആരാണ് ഇല്ലാതെയായത് നോക്കിക്കേ. വായ് ഇവിടെ ഉണ്ട്, ഇവിടെ വായുണ്ടോ? ഉണ്ട്. ഇന്നായി ഇവിടെ ഉണ്ട്, ഇവിടെ ഇന്നായുണ്ടോ? ഉണ്ട്. ഈ ഇവിടെ ഉണ്ട്, ഇവിടെ ഈ ഉണ്ട്. ഇല്ലായുണ്ട്, ഇല്ലായുണ്ട്. ആരില്ല? ചന്ദ്രക്കലയില്ല. ചന്ദ്രക്കലയുടെ മറ്റൊരു പേരാണ് സമൃദ്ധോകാരം എന്ന് പറയുന്നത്. സമൃദ്ധോകാരം ലോപിച്ചു പോയി, സമൃദ്ധോകാരം നഷ്ടപ്പെട്ടു പോയി. അത്തരത്തിൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സന്ധിയെ നമ്മൾ പറയുന്നു ലോപസന്ധി. ലോപസന്ധിയിൽ എന്താണ് നഷ്ടപ്പെട്ടത്? സമൃദ്ധോകാരം നഷ്ടപ്പെട്ടു. മറ്റൊരു സന്ധിയാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായിട്ട് വന്നാൽ അതിനെ എന്തെന്ന് പറയും? ആഗമസന്ധി എന്ന് പറയാം. നോക്കിക്കേ, വാഴ അധികം ഇല സമം എന്താണ്? വാഴയില. ഓക്കെ, വാഴ എന്ന് പറയുന്ന ആദ്യത്തെ പദം ഇല എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനോട് ചേർന്നു നമുക്ക് കിട്ടുന്നു വാഴയില. എങ്ങനെയാണ് ഈ സന്ധി വാഴയില? വാഴയില എന്ന് പറയുന്ന വാക്ക് ആഗമസന്ധിക്ക് ഉദാഹരണമാണെന്ന് എങ്ങനെ പറഞ്ഞു? നോക്കിക്കേ, വാഴ ഇല. ഇവിടെ യാ എന്ന് പറയുന്ന ഈ വാക്ക് പുതിയതായിട്ട് മറ്റൊരിടത്തു നിന്ന് വന്നതാണ്. എങ്ങനെ വന്നു? ഇവിടെ യാ ഉണ്ടോ? ഇല്ല. ഇവിടെ യാ ഉണ്ടോ? ഇല്ല. പുതിയതായിട്ട് വാഴ ഇലയിൽ യാ വന്നു. രണ്ടിടത്തും ഇല്ലാതിരുന്ന ഒരാൾ പുറത്തു നിന്നും പുതിയതായിട്ട് വന്നേത്. ഒരാൾ വന്ന് കയറിയാൽ എന്തായി? ആഗമസന്ധി. നോക്കിക്കേ, പനാധികം ഓല സമം പനയോല. പന എന്ന് പറയുന്ന ആദ്യത്തെ പദം ഓല എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനോട് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നു പനയോല. ഇതെങ്ങനെ ആഗമസന്ധിക്ക് ഉദാഹരണമായി എന്ന് ചോദിച്ചാൽ നോക്കിക്കേ, യാ എന്ന് പറയുന്ന ഇയാൾ പുറത്തു നിന്ന് വന്നേത്. യാ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. പുറത്തു നിന്ന് വന്നേത്. പനയിൽ യായുണ്ടോ? ഇല്ല. ഓലയിൽ എവിടെയെങ്കിലും യായുണ്ടോ? ഇല്ല. പുറത്തുനിന്ന് ഒരാൾ വന്നേത്. ഇപ്രകാരം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുറത്തു നിന്ന് വന്നാൽ, പുതിയതായി വന്നാൽ അത്തരം സന്ധിയെ നമ്മൾ എന്തെന്ന് പറയും? ആഗമസന്ധി. അപ്പൊ വാഴയിലയും പനയോലയും എന്താണ്? ആഗമസന്ധിക്ക് ഉദാഹരണം. മറ്റൊരെണ്ണം പറയട്ടെ, തിരുവാതിര ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. തിരുവോണം ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ഒരു സന്ധി കൂടെ ഉണ്ടല്ലോ, നമ്മൾ മൂന്നെണ്ണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ലോപസന്ധി പറഞ്ഞു, ആഗമസന്ധി പറഞ്ഞു, ദ്വിത്വസന്ധി പറഞ്ഞു. ഇനി ആദേശസന്ധിയുടെ പറയാനുണ്ട്. നോക്കിക്കേ, ആദേശസന്ധി സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം. ലോപസന്ധിയുടെയും ആഗമസന്ധിയുടെയും കൂടിച്ചേർന്ന ഒരു രൂപമാണ് ആദേശസന്ധി. രണ്ടിന്റെയും പ്രത്യേകതകൾ അവിടെ ഉണ്ട്. എന്താ നോക്കിക്കേ, ആദേശസന്ധി എങ്ങനെ പറയുന്നത്? നെല് അധികം മണി സമം നെന്മണി. ഞാനിവിടെ ന് സെപ്പറേറ്റ് എഴുതിയത്. നോക്കിക്കേ, ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. നെന്മണി ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇവിടെ എഴുതിയത്. നോക്കിയേ, നെല് അധികം മണി സമം നെന്മണി എങ്ങനെ ആദേശസന്ധിയായി എന്നാണ് പറയാൻ പോകുന്നത്. ഒരേപോലുള്ള വാക്കുകളെ ഒന്ന് കണ്ടുപിടിച്ചേ. അക്ഷരങ്ങളെ, വാക്കുകളെല്ലാം ഒരേപോലുള്ള അക്ഷരങ്ങളെ ഒന്ന് കണ്ടുപിടിച്ചേ. നേ എന്ന് പറയുന്ന അക്ഷരം ഇവിടെയുണ്ട്, ഇവിടെ നേ ഉണ്ട്. ലി ഉണ്ടോ? ലി ഇല്ല. മാ എന്ന് പറയുന്ന അക്ഷരമുണ്ട്, ഇവിടെ മായുണ്ട്. ഇവിടെ നീ ഉണ്ട്, ഇവിടെയും നീ ഉണ്ട്. ഇവിടെ ഒരു ലി ഉണ്ടല്ലേ, അതേപോലെ ഇവിടെ ഒരു ലി ഉണ്ട്. ഈ ലി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ലി എന്ന് പറയുന്ന വർണ്ണം ഇപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ലി എന്ന് പറയുന്ന വർണ്ണം ഇവിടെ ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഒരാൾ ഉണ്ടാവുകയും ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇല്ലാതെ ആവുകയും ചെയ്താൽ എന്തായി മാറി? അയാൾ ലോപിച്ചു എന്നാണ് അർത്ഥം. ഒരാൾ ഉണ്ടായിരിക്കുന്നു, പുതിയ വാക്കുണ്ടാകുന്നു, ഉണ്ടായിരുന്ന ആൾ അവിടെ ഇല്ല, നഷ്ടപ്പെട്ടു പോയി. നോക്കിയേ, ലി എന്ന് പറയുന്ന പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു,
അവര് നെല് മണിയും കൂടി ചേർന്ന് നെന്മണി ആയപ്പോഴേക്ക് ല് എന്ന് പറയുന്ന വർണ്ണം നഷ്ടപ്പെട്ടു. നോക്കിക്കേ, ഇനി ന്റെ കാര്യം ശ്രദ്ധിച്ചേ. എന്ന് പറയുന്ന വർണ്ണത്തിന്റെ കാര്യം ശ്രദ്ധിച്ചേ. ഇവിടെ ഉണ്ടല്ലേ, പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യം ഇല്ലായിരുന്നു, ഒരാൾ പുതിയതായിട്ട് പുറത്തുനിന്ന് വന്നു. അപ്പോ ഉണ്ടായിരിക്കുന്ന ഒരാൾ ലോപിച്ചു പോവുകയും ഒരാൾ പുതിയതായി പുറത്തുനിന്ന് വരികയും ചെയ്താൽ അത്തരം സന്ധി എന്തെന്ന് പറയാം? നമുക്ക് ആദേശ സന്ധി എന്ന് പറയാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുകയും മറ്റൊരു വർണ്ണം പുതിയതായി വരികയും ചെയ്താൽ അത്തരം സന്ധിയെ ആദേശ സന്ധി എന്ന് പറയാം. ഒരു ഉദാഹരണം നോക്കിക്കേ. കാലാകാലങ്ങളായി PSC പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കല് പ്ലസ് മണി, മണിയല്ല മതം. കല് പ്ലസ് മതം സമം കന്മതം. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, കന്മതം എന്ന് എഴുതുന്നത്. കന്മതം ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, കാ ഇവിടെ ഉണ്ട്, ഇവിടെയും കായുണ്ട്, ഇവിടെ മായുണ്ട്, ഇവിടെ മായുണ്ട്, ദമ്മുണ്ട്, ഇവിടെയും ദമ്മുണ്ട്. നോക്കിയേ, ഈ ല് ഇവിടെ ഉണ്ടോ? ഇല്ല. ആ ല് ലോപിച്ചു പോയി. ല് എന്തായി പോയി? ല് ലോപിച്ചു പോയി. നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ന് പുതിയതായിട്ട് വന്നേത് ഇവിടെ ലോപിക്കുകയും ചെയ്തു. ലോപിച്ചു പോയി, ഇവിടെ വന്നു. അപ്പോ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായിട്ട് വരികയും മറ്റൊരു വർണ്ണം ലോപിക്കുകയും ചെയ്താൽ അത്തരം സന്ധി എന്തെന്ന് പറയാം? ആദേശ സന്ധി എന്ന് പറയാം. എന്തെന്ന് പറയാം? ആദേശ സന്ധി എന്ന് പറയാം. അപ്പോൾ 4 തരത്തിലുള്ള സന്ധികളെ പറ്റി പറഞ്ഞു. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായിട്ട് വന്നാൽ ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോയാൽ ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെടുകയും മറ്റൊരു വർണ്ണം പുതിയതായി വരികയും ചെയ്താൽ ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ചാൽ ദ്വിത്വസന്ധി. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കാം. നോക്കിയേ, രണ്ടാമത്തെ ചോദ്യമാണ് പറയാൻ പോകുന്നത്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതല്ല? വിപരീത പദങ്ങൾ, സെറ്റ് ഓഫ് വിപരീത പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള ജോഡികളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ആൻസറും കൂടെ നോക്കിക്കോണേ. ഇവിടെ 4 ആൻസർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റൂ എന്നൊരു തോന്നൽ മനസ്സിലുണ്ട്. അത് മാറ്റിയേക്കണം. ഏതെങ്കിലും 1 or 2 അറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. നോക്കിക്കേ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ ഈ എലിമിനേഷൻ ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോ കൃത്യമായിട്ട് അറിയാവുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം ആർജവം, ഭൗതികമാണ് കൊടുത്തിരിക്കുന്നത്. ആത്മീയം, ആധാരം, ആന്തരം. നോക്കിയേ, ആന്തരം ആന്തരികമായത്, ഉള്ളിലുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പുറത്തുള്ളത് ബാഹ്യം. അപ്പൊ ആന്തരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബാഹ്യമാണ് അല്ലെ. അപ്പൊ 4 വരുന്നത് സി. 4 എന്ന് പറയുന്നത് എന്തിനാണ്? സി ആണ്. അപ്പൊ ആന്തരം ബാഹ്യമാണ്. ഒന്നുകൂടെ നോക്കിയേ, ആത്മീയം, ഭൗതികം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആത്മീയം, ഭൗതികം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 എഴുതുന്നു, എക്ക് കൊടുക്കുന്നു. ഈ 2 എണ്ണവും കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. നോക്കി, 4C 2A ഉള്ള ഓപ്ഷൻസ് നോക്കിയാൽ 2A ഇവിടെ ഉണ്ട്, 4C ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഉണ്ടോ? 1 ഇവിടെ ഇല്ല. ഇവിടെ 4B ആണ്. ഇവിടെ 4C ഉണ്ട്, 2D. അപ്പം മാറ്റി. ഇനി നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഉത്തരം എഴുതരുത്, ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, ആന്തരം ബാഹ്യം 4C ഉണ്ട്, ആത്മീയം ഭൗതികം 2A ഉണ്ട്. ആർജവത്തിന്റെ ഓപ്പോസിറ്റ് ആണ്, ഓർത്ത് വെച്ച കൗടില്യം. ആർജവത്തിന്റെ ഓപ്പോസിറ്റ് കൗടില്യം. അപ്പം 1B. ആദാനം പ്രധാനം 3D. 3D അല്ലേ? ആൻസർ A ആണ്. അപ്പൊ ആർജവത്തിന്റെ ഓപ്പോസിറ്റ് ആണ് കൗടില്യം. ആർജവം കൗടില്യം. ആത്മീയത്തിന്റെ ഓപ്പോസിറ്റ് ഭൗതികം. ആത്മീയം ഭൗതികമാണ്. ആദാനത്തിന്റെ ഓപ്പോസിറ്റ് പ്രധാനം. ആദാനത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രധാനമാണ്. ആന്തരത്തിന്റെ ഓപ്പോസിറ്റ് ബാഹ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലേത്? നോക്കിയേ, ഓപ്ഷൻസ്. കൂറ കപ്പലിൽ പോയതുപോലെ. കൂറ എന്ന് പറഞ്ഞാൽ ആരാ? പാറ്റ കപ്പലിൽ പോയതുപോലെ. ഉണ്ടവന് ഇടം കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്. അപ്പം ആ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാല് വയറ് നിറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കൃത്യമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണാത്തവനില്ല കിട്ടാൻ. ഈ വെളിയിൽ നിൽക്കുന്നവനോ ഉണ്ണാൻ കിട്ടാന്നുണ്ട്. കൃത്യമായിട്ടുള്ള മീനിങ് ഇതല്ല. കൃത്യമായിട്ടുള്ള മീനിങ് വേറെയാണ്, ചുമ്മാ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നോക്കിയാൽ നായ സമുദ്രത്തിലെത്തിയാലും നക്കിയെ കുടി. ഇത് നമ്മുടെ ആ ചോദ്യമായിട്ട് ചേർന്ന് വരുന്നതല്ലേ? എത്ര ഉണ്ടായാലും, കൺമുന്നിൽ എത്ര ഉണ്ടായാലും അരിച്ചരിച്ചെടുക്കും. പിശുക്കത്തരമല്ല കാണിക്കുന്നത്, നക്കിയെടുക്കും. അങ്ങനെയുള്ള സ്വഭാവം. എത്ര ഉണ്ടായാലും അല്പത്തരം മാറത്തില്ല. കൺമുന്നിൽ സമുദ്രമായിട്ട് ജലം കിടപ്പുണ്ട്.
കോരി കുടിക്കാനുള്ള ജലം കൺമുന്നിൽ കിടപ്പുണ്ടെങ്കിലും അവിടെ ചെന്ന് നക്കി നക്കി കുടിക്കുക. അല്പത്തരം മാറിയിട്ടില്ല എന്ന് പറയാം. എത്ര കയ്യിലുണ്ടായാലും അല്പത്തരം മാറിയിട്ടില്ല. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. നായ നടുക്കടലിലെത്തിയാലും നക്കിയെ കുടിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇരുവഴി കണ്ടാൽ പെരുവഴി പോകണം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചുവടെ തന്നിട്ടുള്ള ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. ഓപ്ഷൻസിലൂടെ നോക്കി പോകണം കേട്ടോ. 4 എണ്ണം അറിഞ്ഞാൽ മാത്രമേ ഇതും അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. എനിക്കറിയത്തില്ല, അതുകൊണ്ട് വിട്ടുകളയരുത്. ഏതെങ്കിലും 1 or 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാൻസ് എടുക്കാൻ നോക്കണം, എലിമിനേറ്റ് ചെയ്യാൻ നോക്കണം. മകളുടെ മകൾ, ഭാര്യയുടെ പിതാവ്, സഹോദരി പുത്രൻ, സഹോദരിയുടെ ഭർത്താവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുന്നത് സഹോദരിയുടെ ഭർത്താവാണ്. അളിയൻ. അളിയനെ നമ്മൾ പറഞ്ഞ സ്യാലൻ എന്നാണ്. അളിയന്റെ പേര് എന്താണ്? സ്യാലൻ. ഇവിടെ 2 ബി ഉണ്ട്, 1 സി എന്ന് തിരുത്തി വായിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ സഹോദരിയുടെ ഭർത്താവ് എന്താണ്? സ്യാലനാണ്. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, അഥവാ അളിയനെ എന്തെന്ന് പറയാം? സ്യാലൻ എന്ന് പറയാം. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. അപ്പോ 4 വരുന്നത് സിക്കാണ്. 4 സി വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് വെട്ടിക്കളയാം. ഒരെണ്ണം വെട്ടിക്കളഞ്ഞു. 1, 2, 3. ഇനി അടുത്തത് സഹോദരി പുത്രൻ. ഓക്കെ. അപ്പൊ സഹോദരി പുത്രൻ, സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഭാഗം തന്നെയാണ്. ആ സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. ഭാഗിനേയൻ നമ്മുടെ സ്വന്തം ഭാഗത്തിന്റെ പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രനെ എന്ന് പറയാം ഭാഗിനേയൻ എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. 3 എ. ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. 3 എ 4 സി എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. 3 എ 4 സി ഒരു ഓപ്ഷൻ ഉണ്ട്. 3 എ 4 സി ഒരെണ്ണം കിടപ്പുണ്ട്. ബാക്കി 2 എണ്ണം വെട്ടിക്കളയാം. ഓക്കെ. 3 എ 4 സി 2 എണ്ണം വെട്ടിക്കളഞ്ഞു. ബാക്കി നോക്കി. മകളുടെ മകൻ. മകളുടെ മകനെ നമ്മൾ പറയുന്നത് ദൗഹിത്രൻ. മകളുടെ മകൻ ദൗഹിത്രൻ. അപ്പോ 1 ഏതാണ്? 1 ബി. മകളുടെ മകൻ ദൗഹിത്രനാണ്. അതേപോലെ തന്നെ ഭാര്യയുടെ പിതാവ്, അമ്മായിയപ്പനെ നമ്മൾ എന്ത് പറയും? ശശുരൻ എന്ന് പറയും. അമ്മായിയപ്പനെ ശശുരൻ എന്ന് പറയും. 2 ഡി. നമ്മുടെ ഓപ്ഷൻ നോക്കിയേ. 1 ബി, 2 ഡി, 3 എ, 4 സി. ഉത്തരം ഏതാണ്? ബി ആണ് ഉത്തരം. ഇതുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കിയേ, ഓർത്ത് വെച്ച ഇത് മകളുടെ മകനെ നമ്മൾ എന്തെന്ന് പറയും? മകളുടെ മകനെ ദൗഹിത്രൻ എന്നാണ് പറയുന്നത്. ഭാര്യയുടെ പിതാവിനെ ശശുരൻ എന്നാണ് പറയുന്നത്. സഹോദരിയുടെ പുത്രനെ ഭാഗിനേയൻ എന്ന് പറയുന്നു. സഹോദരിയുടെ ഭർത്താവിനെ എന്തെന്ന് പറയുന്നു? സ്യാലൻ എന്ന് പറയുന്നു. കൃത്യമായോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചില ഒറ്റ പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അറിയാനുള്ള ആഗ്രഹത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ജിജ്ഞാസ എന്ന് പറയും. അറിയാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹത്തെ എന്തെന്ന് പറയുന്നു? ജിജ്ഞാസ എന്ന് പറയുന്നു. അച്ഛന്റെ അച്ഛൻ അപ്പൂപ്പനല്ലേ? അപ്പൂപ്പൻ നമ്മൾ പറയുന്നു പിതാമഹൻ. ഇവിടെ ഒരു വാക്കൂടെ കിട്ടുമല്ലോ. അച്ഛന്റെ അമ്മയാണെങ്കിലോ പിതാമഹി എന്ന് കിട്ടും അല്ലെ? അപ്പോ അച്ഛന്റെ അച്ഛൻ പിതാമഹനാണെങ്കിൽ അച്ഛന്റെ അമ്മ പിതാമഹി ആയിരിക്കും. ഇനി അമ്മയുടെ അച്ഛൻ മാതാമഹനാണെങ്കിൽ അമ്മയുടെ അമ്മ എന്താണ്? മാതാമഹി എന്ന് എഴുതാം. അതേപോലെ തന്നെ അധികം സംസാരിക്കുന്നവൻ, ഒരുപാട് സംസാരിക്കുന്ന ആളെ നമുക്ക് എന്താ പറയാം? വാചാലൻ. വാചാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സംസാരിക്കുന്ന, അധികമായി സംസാരിക്കുന്നവനാണ് വാചാലൻ എന്ന് പറയുന്നത്. ഇഹലോകത്തെ സംബന്ധിക്കുന്നത് എന്താണ്? ഐഹികം. ഐഹികം എന്ന് വെച്ചാൽ എന്താണ്? ഇഹലോകത്തെ സംബന്ധിക്കുന്നത്. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു എന്ന് പറയാം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? പിപാസു. കുടിക്കുവാനുള്ള ആഗ്രഹത്തെ എന്തെന്ന് പറയാം? പിപാസ. കുടിക്കുവാനുള്ള ആഗ്രഹത്തെ പിപാസ എന്ന് പറയാം. കുടിക്കുവാനുള്ള ആഗ്രഹത്തെ എന്ന് പറയാം? പിപാസ. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പിപാസു എന്ന് വിളിക്കുന്നു. അടുത്തത് കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ ആരോ അവൾ ആരാണ്? കളത്രം. കുലത്തെ ത്രാണനം ചെയ്യുന്നത് ആരാണ്? കളത്രം. കളത്രം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഭാര്യ എന്നാണ്. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം. പുത്രന്റെയും മിത്രത്തിന്റെയും കളത്രത്തിന്റെയും. കളത്രം എന്ന് വെച്ചാൽ എന്താണ്? ഭാര്യ. എഴുത്തച്ഛന്റെ വരികളാണ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആജാനുബാഹു. അപ്പൊ ഇത് ഇത്രയും ഓർത്ത് വെച്ചേക്കുക. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അച്ഛന്റെ അച്ഛൻ പിതാമഹൻ. അമ്മയുടെ അച്ഛനാണെങ്കിൽ മാതാമഹൻ. അധികം സംസാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലോ വാചാലൻ. ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു.
കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു, കുടിക്കുവാനുള്ള ആഗ്രഹത്തെ പിപാസ എന്ന് പറയുന്നു. കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രം അഥവാ ഭാര്യയാണ്. കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ ആരാണ്? ആജാനുബാഹു. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. തെറ്റായ പദങ്ങൾ കണ്ടെത്തുക. അടുത്ത ചോദ്യം തെറ്റായ പദങ്ങൾ കണ്ടെത്തുകയാണ്. നോക്കിയേ, ഐക്യമത്യം, നിരൂപിക, വേഗത, വലിപ്പം. ഇവിടെ നമ്മളെ ട്രിക്കിയാണ്, കുറച്ചുകൂടെ ചോദ്യം ട്രിക്കിയാണ്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി 1, 4 ശരി. തെറ്റായ പദങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ട് ശരിയായിട്ടുള്ളതാണ് തന്നേക്കുന്നത്. 1, 4 ശരി, 3 ശരി, 2 ശരി, 1 ശരി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. നോക്കിക്കേ എങ്ങനെയാണെന്ന്. ഞാൻ ആദ്യം അറിയാവുന്നില്ല എന്ന് തുടങ്ങാം. വലുപ്പം എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. വലിപ്പം എന്ന് പറയത്തില്ല. ഈ സാധനം തെറ്റാണ്. നമ്മൾ പറയുന്നത് എന്താണ്? വലിപ്പം. കണ്ടോ, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വേഗത ശരിയായിട്ടുള്ള വാക്ക് തന്നെയാണ്. വേഗത ശരിയായിട്ടുള്ള വാക്കാണ്. നോക്കി, അതേപോലെ തന്നെ ഐക്യമത്യം. കണ്ടാ കറക്റ്റ് ആണ്, ഒരു തെറ്റുണ്ടെന്ന് തോന്നത്തില്ല. കണ്ടാ തെറ്റുണ്ടെന്ന് തോന്നത്തില്ല. പക്ഷെ പ്രയോഗം ഇങ്ങനെയല്ല. എങ്ങനെയാണ്? മറിച്ച് ഐകമത്യം എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഐകമത്യം എന്നാണ്. ഐക്യമത്യം എന്ന് പറയത്തില്ല. ഐകമത്യം, ഐകകണ്ഠേന ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയ നിരൂപിക. നിരൂപകൻ, അതിന്റെ സ്ത്രീലിംഗമാണ് എന്തെന്ന് പറയുന്നത്? നിരൂപിക. അപ്പൊ അത് കറക്റ്റാ. നിരൂപികയും കറക്റ്റാണ്. അപ്പൊ 2 വാക്കുകൾ ശരിയാണ്, 2 എണ്ണം തെറ്റാണ്. ഏതൊക്കെയാണ്? നിരൂപിക ശരിയാണ്, വേഗതയും ശരിയാണ്. വേഗത സംശയമൊന്നും വരാനില്ല. വേഗത ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. നിരൂപിക, നിരൂപകന്റെ സ്ത്രീലിംഗ രൂപമാണ് നിരൂപിക. വേഗതയും ശരിയാണ്. ഐക്യമത്യം എന്ന് പറയാറില്ല, ഐകമത്യം എന്നേ പറയാറുള്ളൂ. വലിപ്പം എന്ന് പറയാറില്ല, വലുപ്പം എന്നല്ല പറയുന്നത്, വലിപ്പം എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. നിരൂപിക. അപ്പൊ 2, 3 ശരിയായിട്ടുള്ളത്. നോക്കിയേ, ഓപ്ഷൻ സി 2, 3 ശരി. അപ്പൊ ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ 2, 3 ശരി. നോക്കിയേ, ഈ സ്ത്രീലിംഗ രൂപമൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത നോക്കിയേ, അടുത്ത എന്താ നോക്കിയേ. താഴെ തന്നിരിക്കുന്നവയിൽ സ്പർശിക്കുവാൻ പാടില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റൂ. അസ്പഷ്ടൻ, അസ്പർശ്യൻ, അസ്പൃശ്യൻ, അസ്പൃഷ്ടൻ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അസ്പൃശ്യനാണ്. അസ്പൃശ്യൻ, അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവൻ, തൊടാൻ പാടില്ലാത്തവൻ എന്ന അർത്ഥം വരുന്നതാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദി അൺടച്ചബിൾസ് എന്നുള്ള ഒരു നോവലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആരാ എഴുതിയെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചരിത്രം ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അസ്പൃശ്യൻ എന്ന് വെച്ചാൽ ആരാണ്? തൊട്ടുകൂടാത്തവൻ എന്നുള്ളത്, ദ അൺടച്ചബിൾ. അപ്പൊ ഉത്തരം ഏതാണ്? ഉത്തരം 2 ആണ്. ഓപ്ഷൻ എ 2 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ശരിയായ മലയാള തർജ്ജമ ഏത്? ഫ്ലൈ ഓൺ ദ വാൾ, നേരത്തെ ഉണരുന്ന ആൾ. ഔട്ട് ഓഫ് ദി വുഡ്സ്, അതീവ സന്തോഷം. ഡൗൺ ടു എർത്ത്, ഗൗരവ സ്വഭാവം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരളമായി. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷിന്റെ ഇഡിയംസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ് ആൻസർ. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ? വളരെ അപൂർവമായി സംഭവിക്കുന്നത്. ഉത്തരം കൊടുത്തിരുന്നത് വിരളമായി. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. വിരളമായി അല്ലെങ്കിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർവമായി സംഭവിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എന്നാൽ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഫ്ലൈ ഓൺ ദ വാൾ എന്ന് വെച്ചാൽ നേരത്തെ ഉണരുന്ന ആളെന്നല്ല അർത്ഥം. ഫ്ലൈ ഓൺ ദ വാൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗൗരവമായിട്ട് ഒരു സംഗതിയെ വീക്ഷിക്കുന്ന ആള്, മാറി നിന്ന് നോക്കുന്ന ആള്, ഒന്നിലും പോയി ചേരാതെ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, ഗൗരവമായി വീക്ഷിക്കുന്നവൻ, കാഴ്ചക്കാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഫ്ലൈ ഓൺ ദ വാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നിലും പോയി പങ്കെടുക്കത്തില്ല, എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും. അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ പറയുന്നതാണ് ഫ്ലൈ ഓൺ ദ വാൾ. ഗൗരവമായിട്ട് ഒന്നിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആള്, ഒന്നിലും പങ്കെടുക്കാതെ കാഴ്ചക്കാരനായി മാറി നിൽക്കുന്ന ആള്, ഒളിഞ്ഞു നോക്കുന്ന ആളെന്നും പറയുന്നുണ്ട്. നോക്കിയേ, ഔട്ട് ഓഫ് ദി വുഡ്സ്. ഔട്ട് ഓഫ് ദി വുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അപകടത്തിൽ നിന്ന് തലനാഴിക്ക് ജസ്റ്റ് രക്ഷപ്പെട്ടതേ ഉള്ളൂ. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദി വുഡ്സ് എന്ന് പറയുന്നത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഡൗൺ ടു എർത്ത്. ഗൗരവ സ്വഭാവമല്ല, ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേയറ്റത്തെ വിനയം.
മനസ്സിലാവുന്നുണ്ടോ? വളരെ വിനയാന്വിതനായ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഏറ്റവും താഴെ തട്ടില് മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവനെന്നർത്ഥം. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയാന്വിതനായ, വളരെ വിനയമുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഡൗൺ ടു എർത്ത്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരളമായി. അതാണ് ശരിയായിട്ടുള്ള പ്രയോഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ആചാര്യൻ എന്ന പദം ഏതുതരം ബഹുവചന രൂപമാണ്? ആചാര്യൻ നോക്കിയേ, ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്? അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, സലിംഗ ബഹുവചനം, പുല്ലിംഗ ബഹുവചനം. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് 2 എണ്ണം തട്ടിക്കളയാൻ പറ്റും. 2 എണ്ണം കളഞ്ഞു. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒന്നിലേ പെടത്തുള്ളൂ ആചാര്യൻ. നോക്കിയേ, എന്താണ് അലിംഗ ബഹുവചനം? ആ ലിംഗമില്ലാത്തത്, അല്ലെങ്കിൽ ഏത് ലിംഗമാണെന്ന് പ്രത്യക്ഷത്തിൽ പറയാൻ സാധിക്കാത്ത ബഹുവചന രൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? അലിംഗ ബഹുവചനം. ബഹുവചനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വസ്തു ഒന്നിലധികമുണ്ട്, വസ്തുക്കളുടെ ബഹുത്വത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന രൂപങ്ങളെയാണെന്ന് പറയുന്നത് ബഹുവചന രൂപമുണ്ട്. ഒന്നിലധികം വസ്തുക്കളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കുറിക്കുന്ന ബഹുവചനം. അപ്പൊ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒരു ലിംഗം ഏതാണെന്ന് എടുത്തു പറയുവാൻ സാധിക്കില്ല. ഉദാഹരണം നോക്കിക്കേ, അധ്യാപകരാകുമ്പോ ഇവിടെ ഏത് ലിംഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് സാധിക്കില്ല? ഇവിടെ ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർന്ന് വരുന്നുണ്ട്. അധ്യാപികമാരും അധ്യാപകന്മാരും ചേർന്നുകൊണ്ടുള്ള കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? അധ്യാപകർ എന്ന് പറയുന്നത്. അധ്യാപികമാർ വരുന്നുണ്ട്, അധ്യാപകന്മാർ വരുന്നുണ്ട്, ആണുങ്ങളായി പെണ്ണുങ്ങളായി, സ്ത്രീകളായി പുരുഷന്മാരായി. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നുള്ള കൂട്ടമായതുകൊണ്ടാണ് ഇതിനെ അധ്യാപകർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവിടെ ഒരു ലിംഗത്തെ സൂചിപ്പിക്കുവാൻ സാധിക്കില്ല, ഇന്ന ലിംഗമാണെന്ന് എടുത്ത് പറയുവാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അലിംഗ ബഹുവചനത്തിൽ പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. കുട്ടികൾ ഇവിടെ ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. സോറി, കട്ടികൾ എന്ന് എഴുതി. ഓക്കെ, കുട്ടികൾ ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. അപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നുള്ള ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു. ഏതാണ് ലിംഗം എന്ന് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കില്ല. 2 പോയിന്റുകൾ പറഞ്ഞു. ലിംഗം ഏതാണെന്ന് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും, സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർന്നുള്ള ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അലിംഗ ബഹുവചന രൂപങ്ങൾ. കൃത്യമായിട്ട് അധ്യാപകരിൽ കൃത്യമായിട്ട് ലിംഗം പറയുവാൻ സാധിക്കില്ല. കുട്ടികളിൽ കൃത്യമായിട്ട് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ലിംഗം എടുത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ലിംഗം പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തില് സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർന്നിട്ട് ബഹുത്വ രൂപത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയുന്നത് അലിംഗ ബഹുവചനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ജനങ്ങളിൽ ആരൊക്കെ പെടുന്നുണ്ട്? ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്, പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്നിട്ടുള്ള ബഹുത്വമാണ്. അവിടെ ഒരു ലിംഗം പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തില് ഒരു ലിംഗത്തെ പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ബഹുവചന രൂപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അലിംഗ ബഹുവചനം. പ്രത്യേകിച്ച് ലിംഗമില്ല, പ്രത്യേകിച്ച് ഓർത്തു വെച്ചാൽ മതി. ആ ലിംഗ ബഹുവചനം, ലിംഗമില്ലാത്തത്, ലിംഗം ഏതെന്ന് പറയുവാൻ സാധിക്കാത്തത്, അത്തരത്തിലുള്ള ബഹുവചന രൂപങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പൂജക ബഹുവചനത്തെ പറ്റിയിട്ടാണ്. അപ്പൊ അലിംഗം നമ്മൾ പറഞ്ഞു. പൂജക ബഹുവചനത്തെ പറ്റി പറഞ്ഞാൽ ഒരാളെ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളെയാണെന്ന് പറയുന്നത് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, ബഹുമാനം കാണിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളെ. ഉദാഹരണം നോക്കിക്കേ, മാരാർ, വൈദ്യർ, ഭാഗവതർ, തമ്പ്രാക്കൾ. തമ്പ്രാൻ എന്ന് പറഞ്ഞാൽ മതി. തമ്പ്രാൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന ബഹുവചന രൂപമാണെന്ന് പറയുന്നത് തമ്പ്രാക്കൾ. ഇവിടെ മാരാൻ എന്ന് പറഞ്ഞാൽ മതി. മാരാൻ എന്ന് പറയാതെ മാരാർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ബഹുവചന രൂപമാണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നത് പൂജക ബഹുവചനം എന്ന് പറയുന്നു. വൈദ്യൻ എന്ന് പറഞ്ഞാൽ മതി, പറയുന്നില്ല. പകരം എന്താണ്? ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ബഹുവചന രൂപം പൂജക ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യർ എന്ന് പറയുന്നത്. വൈദ്യർ എന്താണ്? പൂജക ബഹുവചനമാണ്. ഓക്കെ, അപ്പൊ അടുത്തത് സലിംഗ ബഹുവചനമാണ്. സലിംഗ ലിംഗം, ലിംഗത്തോട് കൂടിയ ബഹുവചന രൂപങ്ങൾ. ഏതെങ്കിലും ഒരു ലിംഗത്തെ കൃത്യമായിട്ട് അവിടെ എടുത്തു പറയുന്നുണ്ടായിരിക്കും. നോക്കിക്കേ, സലിംഗം
ഏതെങ്കിലും ഒരു ലിംഗത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു. ഏതാണ്? ആൺകുട്ടികൾ. അപ്പൊ അവിടെ ആൺകുട്ടികളുടെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു. ലിംഗം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആണെന്ന് പറയുന്നുണ്ട്, പുല്ലിംഗ ബഹുവചന രൂപമാണെന്ന് കൃത്യമായിട്ട് പറയുന്നത്. സലിംഗം. ഇനി അടുത്ത് നോക്കിക്കേ, പെൺകുട്ടികൾ. അവിടെ ലിംഗം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പെണ്ണാണെന്ന് പറയുന്നുണ്ട്, കുട്ടികൾ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുവചന രൂപമാണ്. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഏകവചനവും, കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താണ്? പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ബഹുവചന രൂപവുമാണ്. അപ്പോ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ, ഒന്നില്ലെങ്കിൽ സ്ത്രീയുടെയോ അല്ലെങ്കിൽ പുല്ലിംഗത്തിന്റെയോ, സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ ബഹുവചന രൂപം. നോക്കി, അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ലിംഗരൂപത്തിന്റെ ബഹുത്വമായിരിക്കും സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ പുല്ലിംഗത്തിന്റെ ബഹുത്വമായിരിക്കും സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ ബഹുത്വമായിരിക്കും സൂചിപ്പിക്കുന്നത്. പുല്ലിംഗത്തിന്റെ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുത്വം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ആൺകുട്ടികൾ, അച്ഛന്മാർ, ആങ്ങളമാർ. ഓക്കെ. ഇനി സ്ത്രീലിംഗത്തിന്റെ ബഹുത്വം എന്ന് പറയുമ്പോഴോ അമ്മമാർ, പെൺകുട്ടികൾ, സഹോദരിമാർ എന്നൊക്കെ ഉള്ളതാണ് വരുന്നത്. അതേപോലെ തന്നെ പൂജക ബഹുവചനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു പൂജക ബഹുവചനത്തിൽ വരുന്നത്? ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ബഹുവചന രൂപം, ബഹുമാനം കൊടുക്കുവാൻ വേണ്ടി, കാണിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൂജക ബഹുവചനത്തിൽ വരുന്നത്. അതേപോലെ തന്നെ അലിംഗ ബഹുവചനം പറഞ്ഞു. എന്തായിരുന്നു അലിംഗ ബഹുവചനം? ആ ലിംഗം, ലിംഗമില്ലാത്തത് അല്ലെങ്കിൽ ഒരു ലിംഗം ഏതാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ബഹുവചന രൂപങ്ങൾ. ഉദാഹരണം പറഞ്ഞു, അധ്യാപകർ, അധ്യാപകന്മാർ ആണുങ്ങളുണ്ട്, അധ്യാപികമാർ പെണ്ണുങ്ങളുണ്ട്. രണ്ടും കൂടി ചേർന്നുള്ള ബഹുത്വമാകുമ്പോൾ അധ്യാപകർ. സമർത്ഥകൾ ഉണ്ട്, സമർത്ഥന്മാർ ഉണ്ട്. അപ്പോ ആണുങ്ങളും പെണ്ണും കൂടി ചേർന്നാൽ സമർത്ഥരായി. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ആൺകുട്ടികൾ, പുല്ലിംഗമുണ്ട്, പെൺകുട്ടികൾ സ്ത്രീലിംഗമുണ്ട്. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കുട്ടികൾ എന്ന് പറയാം. അവിടെ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ എടുത്തു പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ബഹുവചന രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നു പുല്ലിംഗ ബഹുവചനം. പുല്ലിംഗത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നു. അതാണ് പറയുന്നത്. എന്താണെന്ന് നോക്കിയേ, ഇവിടെ ആൺകുട്ടി പുല്ലിംഗ രൂപമാണ്, പുല്ലിംഗ ഏകവചന രൂപമാണ്. അത് ബഹുവചനത്തിലേക്ക് മാറുമ്പോൾ എന്തായി മാറും? എളുപ്പമാണ്, ആൺകുട്ടികൾ. അടുത്തത് അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ഏകവചന രൂപമാണ്. അച്ഛന്മാർ എന്ന് പറയുമ്പോഴോ പുല്ലിംഗ ബഹുവചനമായി കഴിഞ്ഞു. ഓക്കെ. സഹോദരൻ, സഹോദരൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ഏകവചന രൂപമാണ്. സഹോദരന്മാർ എന്ന് പറയുമ്പോഴോ പുല്ലിംഗ ബഹുവചന രൂപമായി മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് എവിടെയാണ് നോക്കിക്കേ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ബഹുവചനമാണോ? അല്ല. അപ്പൊ ആചാര്യൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ബഹുവചനമായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി നോക്കിയേ, ആചാര്യൻ സലിംഗ ബഹുവചനം. സലിംഗം ആചാര്യനാണല്ലേ, ആചാര്യൻ. സലിംഗം, അവിടെ ലിംഗത്തെ പറ്റി പറയാൻ പറ്റും. ആചാര്യൻ, ആചാര്യ. ആചാര്യൻ എന്നുള്ളത് പുല്ലിംഗമാണെങ്കിൽ ആചാര്യയാണെന്ന് പറയുന്നത് സ്ത്രീലിംഗം ആയിട്ട് വരുന്നത്. പക്ഷേ ബഹുവചന രൂപമുണ്ടോ? ഇല്ല. ബഹുത്വത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതും വരത്തില്ല. അലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനമാണോ? അല്ല. ലിംഗമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏത് ലിംഗമാണെന്ന് കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റാത്തതാണ് അലിംഗ ബഹുവചനം. പക്ഷെ ഇവിടെ പറയാൻ പറ്റും അല്ലെ, ആചാര്യനാണ് അല്ലെ. നോക്കി, ഇനി അടുത്തത് പൂജക ബഹുവചനമാണ്. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അത് ഒരാളെ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്നതാണ്, ബഹുമാനം കാണിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബഹുവചന രൂപമായിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാല് ആചാര്യർ എന്നാണ് വരേണ്ടത്. ഓക്കെ. അപ്പോൾ ഉത്തരം കൊടുത്തിരിക്കുന്നത് പൂജക ബഹുവചനമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? വീണ്ടും മലയാളത്തിലെ ഒരു ശൈലിയെ പറ്റിയിട്ടാണ് ചോദിച്ചത്. കഷ്ടപ്പെടുത്തുക. നോക്കിയേ, ഒന്ന് ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ചെണ്ട കൊട്ടിക്കുക, ചെണ്ട കൊട്ടുക. പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു വീടിന്റെ മുന്നിൽ വന്ന് ചെണ്ട കൊട്ടുക എന്ന് വെച്ചാൽ വിളംബരം ചെയ്യുക എന്നാണ് അർത്ഥം. ഈ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നു. അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ചെണ്ട കൊട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷാൽ വിവരങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ അടുത്ത് വിളംബരം നടത്തുവാൻ വേണ്ടിയിട്ടാണ്
ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു എന്നാണ് ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ വിളംബരം ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അടുത്ത എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക. അപ്പൊ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാല് കഥകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വാക്കാണ് ശ്ലോകത്തിൽ കഴിക്കുക. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാല്, കഥകളിയിൽ ശ്ലോകം ഉപയോഗിക്കുന്നത് ഒരു സന്ദർഭത്തെ ചുരുക്കി വിശദീകരിക്കാൻ വേണ്ടി, ചുരുക്കി പറയുവാൻ വേണ്ടിയിട്ടാണ് ശ്ലോകം കഥകളിൽ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ ചുരുക്കി പറയുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ അർത്ഥമായിട്ട് ഇത് രണ്ടും വരുന്നില്ല, നമ്മുടെ ഉത്തരവായിട്ട് ഇത് രണ്ടും വരുന്നില്ല. അടുത്ത നോക്കിയേ, ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്ന് വെച്ചാല് ദൂർത്തടിച്ച് ചിലവാക്കുക എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ദീപാവലി കുളിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ദൂർത്തടിച്ച് ചിലവാക്കുക എന്നാണ്. ഇതും നമ്മുടെ ഉത്തരമല്ല. പിന്നെ ഏതാണ് നമ്മുടെ ഉത്തരം? ശതകം ചൊല്ലിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധിമുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ് ഉത്തരം? ബി ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഇതേയുള്ള ചില ശൈലികളുടെ അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അകമടങ്ങുക. അകമടങ്ങുക എന്ന് വെച്ചാൽ എന്താണ്? അടങ്ങിയിരിക്കുക. അകമടങ്ങുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അടുത്ത് നോക്കിയേ, അകലെ ഉഴുത് പകലെ പോരുക. ദൂരെ കൂട്ടി ഉഴുതുകൊണ്ട് നേരത്തെ വരിക എന്ന് വെച്ചാൽ എന്താണ്? ജോലിയിൽ കള്ളത്തരം കാണിക്കുക എന്നാണ് അർത്ഥം. അകലെ ഉഴുത് പകലെ മടങ്ങുക എന്ന് വെച്ചാൽ എന്താണ്? തന്റെ പ്രവൃത്തിയിൽ കള്ളത്തരം കാണിക്കുക. അകൈതവ പ്രയോഗം എന്ന് വെച്ചാൽ എന്താണ്? ചതിയില്ലാത്ത പ്രവൃത്തി. അകൈതവ പ്രയോഗം ചതിയില്ലാത്ത പ്രവൃത്തി എന്നുള്ളതാണ്. അടുത്ത എന്താണ് ചോദിച്ചേ? അട്ടക്കാല് പിടിപ്പിക്കുക. അട്ടക്കാല് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ചതിക്കുക, ഒരാളെ പറ്റിക്കുക, വഞ്ചിക്കുക, ചതിക്കുക എന്നുള്ളതാണ് അർത്ഥം. അടുത്ത നോക്കിയ, അരിയറ്റ് പോവുക. അരിയറ്റ് പോവുക എന്ന് വെച്ചാലോ മരിച്ചു പോവുക എന്നാണ്, മരണമാണ്, മരണത്തെ സൂചിപ്പിക്കുന്നതാണ് അരിയറ്റ് പോവുക എന്ന വാക്കുകൊണ്ട്. അടുത്തത്, താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത് കണ്ടാൽ വിചാരിക്കും 4 എണ്ണം കൂടി അറിയണമെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. 2 എണ്ണം വളരെ പെട്ടെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 2 എണ്ണത്തിൽ നമ്മൾ ചാൻസ് എടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കിക്കേ. എല്ലാം ഒന്ന് നോക്കുന്നു. നിങ്ങൾക്കറിയാവുന്നത് ചിലപ്പോൾ 1 2 എണ്ണം കാണും. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിക്കണം. നോക്കി, എനിക്കറിയാവുന്ന 2 എണ്ണം. ഒന്ന് പറയുന്നത് കുയില്. കുയില്, കോകിലെന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സുകൾ മുതലേ കേൾക്കുന്നതാണ്. കുയിൽ എന്താണ്? കോകിലം. അപ്പൊ ഞാൻ എഴുതി 4 എന്ന് പറയുന്നത് ഒരെണ്ണം എനിക്കറിയാം, അത് സി ആണ്. അടുത്ത നോക്കിയേ, പൂവ്. പൂവും ചെറിയ ക്ലാസ് മുതലേ കുസുമം എന്ന് കേൾക്കുന്നുണ്ട്. എന്റെ കുസുമം എന്നുള്ളൊരു ഡയലോഗ് വളരെ കാലം തൊട്ടേ ഫേമസ് ആണ്. നോക്കിയേ, പൂവ്, കുസുമം. 3 നമുക്കറിയാം എന്താണ്? ബി. ഇപ്പൊ 4C 3B വരുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. 4C 3B ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ നോക്കിയേ. ബിയിലും ഡിയിലും ഇല്ല. 2 എണ്ണം കിട്ടി കഴിഞ്ഞു. 4C ഇവിടെ ഉണ്ട്. ഇവിടെ 4C ഉണ്ട്. ഇവിടെ 3B ഉണ്ട്. ഇവിടെ ഡി ആണ്. ഉത്തരവായി കഴിഞ്ഞു. കണ്ടോ? ഇത്തരത്തില് ഒരു സ്വല്പം ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞാല് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താം. നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്ന നോക്കിയേ, മയിൽ. മയിലിന്റെ പര്യായ പദങ്ങൾ എന്ന് പറയുന്നത് കേകി, ബർഹിയാണ്. ആമ്പലാവുമ്പം കുമുദം, കൈരവം, സാരഥം എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അടുത്തത് പൂവ്, കുസുമം, സൂനം, പുഷ്പം, കുയില്, കോകിലം, പികം, പരഭൃതം എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കിക്കേ, കുയിൽ. കുയിലിന്റെ പര്യായ പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കോകിലം, പികം, പരഭൃതം. കുയിൽ, കോകിലം, പികം, പരഭൃതം എന്നങ്ങ് പഠിക്കുക. കുയിൽ, കോകിലം, പികം, പരഭൃതം. കുയിൽ, കോകിലം, പികം, പരഭൃതം. ഒരു താളത്തിൽ, ഒരു ഈണത്തിൽ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറക്കത്തില്ല. കുയിൽ, കോകിലം, പികം, പരഭൃതം. കുയിൽ, കോകിലം, പികം, പരഭൃതം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എന്താണ്? കുതിര. അശ്വം, തുരകം, ഹയം. ഹയമശ്വം, തുരകം. കുതിര, ഹയമശ്വം, തുരകം. കുതിര, ഹയമശ്വം, തുരകം. അടുത്ത് നോക്കിയേ, തത്ത. ശുഗം, കീരം, ശാരിക. ശുഗം, കീരം, ശാരിക. തത്ത, ശുഗം, കീരം, ശാരിക. തത്ത, ശുഗം, കീരം, ശാരിക. തത്ത, ശുഗം, കീരം, ശാരിക. ഈ ഒരു ഈണത്തിൽ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഒരിക്കലും മറക്കത്തില്ല. അടുത്ത് നോക്കിയേ, അരയന്നം. ഹംസം, ശ്വേതകരുതം, ചക്രാംഗം. ഹംസം, ശ്വേതകരുതം, ചക്രാംഗം, അരയന്നം. ഹംസം, ശ്വേതകരുതം, ചക്രാംഗം, അരയന്നം. ഹംസം, ശ്വേതകരുതം, ചക്രാംഗം, അരയന്നം. ഒരിക്കലും മറക്കത്തില്ല. പാട്ടായിട്ട് പഠിച്ച് പാടി വെച്ചിരുന്നാൽ മതി. അടുത്ത് നോക്കിയേ, ആമ്പൽ. കുമുദം, കുവലയം, സാരഥം, കൈരവം. കുമുദം, കുവലയം, സാരഥം, കൈരവം. കുമുദം, കുവലയ, സാരഥം, കൈരവം. ഓർത്തു വെച്ചോണേ. കുമുദം, കുവലയ, സാരഥം, കൈരവം. കുമുദം, കുവലയ, സാരഥം, കൈരവം, ആമ്പൽ. ഒരു ഈണത്തിൽ അങ്ങ് ഉണ്ടാക്കി വെക്കുക. ആ ഈണത്തിൽ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. ജലം, വാരി. വാരി നിങ്ങൾ കേട്ടിട്ടുണ്ട്. വാരി ഒരു പ്രീവിയസ് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ്. സലിലം. സലിലം എന്ന് വെച്ചാൽ ജലമാണ്.
അപ്പ്, ഇതൊരു പുതിയ വാക്കാണ്, പഠിച്ചു വെച്ചോണം. അപ്പൊ ജലം, വാരി, സലിലം, അപ്പ്. ജലത്തിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? വാരി, സലിലം, അപ്പ്. അടുത്ത നോക്കിക്കേ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ചോദ്യപേപ്പറാണ്, മലയാളം ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ, തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതേപോലെ ചോദ്യപേപ്പറുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു പോവുക, കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.